ചോര പുരണ്ട കുപ്പായവുമായി നിയമസഭയിലേക്ക് പോകുന്നു. മജീദ് സാഹിബ് എത്തിയതിന് ശേഷമാണ് എന്താണ് മലപ്പുറത്ത് നടന്നത് എന്ന് കൃത്യമായിട്ട് അവിടെയുള്ളവർ അറിയുന്നത്. അങ്ങനെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബോധരഹിതനായി വീഴുന്നു. ഇതെന്ത് പറ്റിയാൽ കണ്ണനൊരു പോലീസുകാരൻ മരിച്ചു പോകും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അയാളെ കൊന്നതാണ് ധാരണയിൽ പോലീസിൻ്റെ ഇടയിലും പ്രശ്നങ്ങളും. പക്ഷേ ആ വെടിവെപ്പിൽ നമ്മൾ മറക്കാത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-65 വയസ്സായ കുട കുത്തിപ്പിടിച്ച ഒരാൾ നേരെ പോലീസിന് മുമ്പിൽ വരും. അപ്പോൾ 302 കേസ് അടക്കം ഈ എല്ലാ നോൺ ബൈലബിൾ കേസുണ്ടായിട്ട് പോലും ഒരാളെ പോലും ഒരു ദിവസം പോലും ജയിലിൽ പോയിട്ടില്ല. അതായത് ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത. അതിനുശേഷം ചന്ദ്രികയിൽ നമുക്ക് യാതൊരു രക്ഷയില്ല. അതെ, ചന്ദ്രിക നമുക്ക് ഇതിലിങ്ങനെ വാർത്ത വരാനും CH-നെതിലും നമുക്ക് വാർത്ത വരാനും അനുവദിക്കാൻ പറ്റുകയാണെന്ന് നമ്മൾ അതിൽ കൂടി നമ്മൾ ചെറുപ്പക്കാരടക്കം കൂടിയിട്ട് ചന്ദ്രിക ഓഫീസ് കൈകാര്യം. ആ പോക്ക് വരുന്നെങ്കിൽ ഇപ്പോൾ പ്രവാസിയാവില്ല മലയാളിയായി യൂസ്ഫുല്ലായിരുന്നു വിചാരിച്ചോളൂ. ഏതൊരു സുന്നിപ്പള്ളിയിലെ വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ ആളുകൾ മുജാഹിദ് എന്ന് അറിയാം. ചിലവരിന്ന് ജമാഅത്ത് ഇസ്ലാമി അറിയും, ചിലവർ തബ്ലീഗാരനാണ് അറിയും. തമിഴ് വന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഏതെങ്കിലും സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പാർട്ടി എന്നാണ് ഇപ്പോഴും പറയാം. മറ്റൊരു സെക്കൻഡ് ഓപ്ഷൻ. പ്രിയപ്പെട്ടവരെ, നല്ല വർത്തമാനങ്ങളുടെ നേരം സാഗർ ടോക്സിലേക്ക് സ്വാഗതം. 6 പതിറ്റാണ്ട് കാലമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ്, നമുക്കെല്ലാം പ്രിയങ്കരനായ KPA മജീദ് സാഹിബാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. മജീദ് സാഹിബ്, ഓക്കെ, സ്വാഗതം. താങ്ക് യു. നമ്മൾ ഈ പോഡ്കാസ്റ്റിൻ്റെ രീതി ഒരു ജീവിതത്തെ മുഴുവനായിട്ടും അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മജീദ് സാഹിബിനെ ഇവിടേക്ക് ക്ഷണിച്ചതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് മജീദ് സാഹിബിൻ്റെ കുടുംബ പശ്ചാത്തലം, കുട്ടിക്കാലം ഒക്കെ നമുക്കറിയണം. ജനിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് പുഴക്കാട്ടിൽ പഞ്ചായത്തിലെ രാമപുരത്താണ്. അവിടെ കരുവള്ളിപ്പാത്തിക്കൽ എന്നൊരു കുടുംബമാണ്. യെസ്, അവിടെ ആ ഏരിയയിൽ കംപ്ലീറ്റ് നമ്മളെ കുടുംബം തന്നെയാണ്. നമ്മളെ കുടുംബം എന്ന് പറയുന്നത് കച്ചവടത്തിലും കൃഷിയിലും ഒന്നിച്ച് പോവുകയാണ്. വല്യപ്പായിട്ട് കൃഷിയുണ്ട്, അതുപോലെ തന്നെ കച്ചവടമുണ്ട്. ഇപ്പായിട്ടും കൃഷിയും കച്ചവടമാണ്. അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഈ കാർഷിക വൃത്തിയാണ് പ്രധാനം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന് സഞ്ചരിക്കാൻ കാളവണ്ടി ഉണ്ടാകുക, അലങ്കരിച്ച കാളവണ്ടി, കാളൻ്റെ കഴുത്തിലും കുളമണി കെട്ടിയിട്ട് അതായത് ഒന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കാളപ്പൂട്ടിന് പോകുന്ന കാളുണ്ടാവും, പോത്ത് മത്സരത്തിന് നല്ല ഭക്ഷണം കൊടുത്തിട്ട്, ഈ മാംസമൊക്കെ ഉള്ള ഭക്ഷണം കൊടുത്തിട്ട് തടിയൊക്കെ നന്നാക്കിയിട്ടുള്ള അങ്ങനെ 2 സെറ്റുണ്ട്. പിന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്ന മറ്റ് കന്നുകളും. ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ വൈക്കോല കൊണ്ടു കൊടുക്കും. അത് കാടി എന്നാ പറയുക, അതിന് വെള്ളം കുടിക്കണേ, അത് കൊടുക്കാൻ സഹായിക്കും. അങ്ങനെ കാർഷിക വൃത്തിയിൽ നമ്മൾ ചെറുപ്പം തന്നെ ഇതാണ്. അന്നത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിക്കാരുടെ വയലുകൾ ഒന്നിച്ച് നന്നാക്കും. അപ്പോൾ നന്നാക്കാറുണ്ടെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നുള്ള കന്നുകാലെ കൊണ്ടുവന്ന് എല്ലാവരും പാടെ ഒന്നിച്ചാണ് നന്നാക്കുക. അപ്പോൾ അന്നാണ് തേങ്ങാച്ചോറും ഒരു ഇറച്ചിക്കറി ഉണ്ടാകുക അന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകരുടെ വലിയൊരു ഉത്സവം പോലെയാണ്. പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഭൂമിയിൽ എല്ലാവരും വന്നിട്ട് അന്നാണ് കാളിനും പോത്ത് ഇറക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത് നന്നാക്കി കഴിഞ്ഞാൽ മീനുകളൊക്കെ ഇങ്ങനെ മയങ്ങിക്കിടക്കും, വലിയ കണ്ണന് ബിലാലൊക്കെ. അപ്പോൾ നമ്മൾ ബക്കറ്റിലൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് എൻ്റെ ഒരിത്. ചെറുപ്പത്തിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രധാന കാരണം വെച്ചാൽ വളരെ പ്രധാനമായ ഒരു കാര്യം കാർഷിക ഇതാണ്. അപ്പോൾ വലിയ വൈക്കോൽ കൊണ്ടുണ്ടാവും. അപ്പോൾ കളിക്കാൻ നമ്മൾ അതാ ഉപയോഗിക്കുക, അതിനുള്ളിൽ കയറും, ആർക്കും പിടുത്തം കിട്ടില്ല. മേലാകെ ചൊറിയും ഒക്കെ വരും, ചൊറിഞ്ഞിട്ട് നമുക്ക് നിൽക്കില്ല. പക്ഷേ ഒളിച്ച് കളിക്കാൻ പറ്റിയാണ് വലിയ വൈക്കോൽ കുണ്ടകൾ. അന്നത്തെ ഒരു ജന്മിത്വത്തിൻ്റെ വലിയൊരു അടയാളം എന്ന് പറയുന്നത് ഈ വൈക്കോൽ കുണ്ടകൾ. അതെ. അപ്പോൾ നമ്മളവിടെ ചേക്ക് ഇപ്പിയും വല്യപ്പൊക്കെ കാർഷിക രംഗത്തുണ്ട്. അങ്ങനെയുള്ള കാർഷിക വൃത്തിയാണ്. അതേ സമയത്ത് അവിടെ വലിയൊരു കച്ചവട സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ ആ ചുറ്റുപാടിലൊക്കെ ആൾക്കാർ വന്ന് പലചരക്ക് സാധനം വാങ്ങുന്നതൊക്കെ നമ്മൾ ഈ കഴിയുന്നതാണ്. അത് രാമപുരത്ത് നാറാണത്ത് എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. അവിടുന്ന് പിന്നെ അവിടെയാണ് മാറി, അവിടുന്ന് മാറി. അത് നമ്മൾ ഭൂമി കുറേ അധികം ഇവിടെ ഈ കുറുവ പഞ്ചായത്തുണ്ടായിരുന്നു വാപ്പാൻ്റെ. അപ്പോൾ വല്യപ്പാൻ്റെ. അപ്പോൾ ആ ഭൂമികളും കാര്യങ്ങളും അവിടെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കാൻ വേണ്ടിയാണ് മാറിയോണ്ടാണ് നമ്മൾ അവിടെ ആയത്. അത് എത്രാം വയസ്സ് മുതലാണ്?
അത് പിന്നെ ഞാൻ UP സ്കൂൾ പഠിക്കണ കാലത്താണ്. സ്കൂൾ പഠനമൊക്കെ അവിടെ തന്നെ? സ്കൂൾ പഠനം പിന്നെ രാമപുരത്ത് പുളർപ്പ UP സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടെ തന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് അവിടുന്ന് ഹൈസ്കൂളിലേക്ക് പിന്നെ കുളത്തൂർ ഹൈസ്കൂളിലേക്ക് രാവിലെ 10 കിലോമീറ്റർ നടക്കണം. തിരിച്ചും ഇങ്ങോട്ട് നടക്കണം. ഒരൊറ്റ ബസ്സേ ഉള്ളൂ, ഒരു മൈൽ വാഹനം ബസ്. അതിലൊരു പ്രായമുള്ളൊരു ഡ്രൈവറുണ്ട്, തിരുമൽപ്പാട്. അയാൾ വണ്ടി ഓടി വരുമ്പോൾ ഞങ്ങൾ നടന്നെത്തും. കാരണം കയറ്റം കയറി വരണം. അപ്പോൾ ഞങ്ങൾ എത്തും. കുറച്ച് ചെറിയ സംഖ്യ കൊടുത്താൽ മതി. പക്ഷേ ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ നടന്ന് പിന്നെ ക്ലാസ്സിൽ പുട്ടായിരുന്നിട്ട് പഠിക്കലും കാര്യങ്ങളും ചെയ്യും. പിന്നെ പോണ വഴിക്കലൊക്കെ ഈ കുരങ്ങന്മാരിങ്ങനെ ആലുമങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അവിടെയൊക്കെ അങ്ങനത്തെ സ്ഥലമാണ്. 20 കിലോമീറ്റർ നടക്കണം. 20 കിലോമീറ്റർ ദിവസം. മദ്രസ രാവിലെ നടക്കുമല്ലോ. രാവിലെ 10-10:30 ക്ലാസ്സുകളും കൊണ്ടു രാവിലെ. ഹൈസ്കൂളിൽ പോയില്ലേ, UPയിലൊക്കെ. അന്നത്തെ വെച്ചാൽ ഒരു മല്ലാക്ക ഉണ്ടാകാം നമ്മളെ മദ്രസയിൽ. ആ മല്ലാക്കനെ എല്ലാവരും പഠിപ്പിക്കാം. അന്ന് സബ്യസ് മുതൽ താഴെ പാത്രം പഠിപ്പിക്കുള്ളൂ ഖുർആൻ, അതിൻ്റെ മേലെ പഠിപ്പിക്കൂല. പിന്നെ 10 കിതാബാണ് പഠിപ്പിക്കുക. അത് വലിയ പഠനമാണ്. അന്നത്തെ വലിയൊരു ഉപരിപഠനം 10 കിതാബാണ്. പഠിക്കൽ സബ്യസ് മുതൽ താഴത്തുകൾ മാത്രമാണ് ബൈയാട്ടുള്ളൂ. പിന്നെ ചില ദീന് പിന്നെ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം പഠിപ്പിക്കും. അതൊരു മല്ലാക്ക ഉണ്ടാകാം. അങ്ങനെയാണ് അതിൻ്റെ ശരി. നമ്മൾ കരുവള്ളി നമ്മുടെ ഒറിജിനൽ കരുവള്ളിയാണ്. പക്ഷേ നമ്മൾ കരുവള്ളി പാത്തിക്കലായി. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ ഓരോ തോട് പുഴകൾക്കൊക്കെ പാത്തി ഉണ്ടാകാം, വെള്ളമൊഴുകുന്ന പാത്തി. കൃഷിക്ക് വെള്ളം ഒഴുകാൻ വല്ല പനൻ്റെ പാത്തികളുണ്ടാവും, അതിന് വെള്ളം പോവാം. അതിൽ തന്നെ ആൾക്കാർ നടന്നു പോവാം. അതിൻ്റെ വീട്ടുപേരായി. അപ്പോൾ നമ്മൾ വല്യപ്പായിട്ട് ഈ രാമപുരത്തേക്ക് താമസം മാറ്റി. അപ്പോൾ പാത്തിക്ക പോവായി. അപ്പോൾ ഞങ്ങൾ പിന്നെ കരുവള്ളി പാത്തിക്കലായി. KP അങ്ങനെയാണ് ആ ഏരിയയിലൊക്കെ ആയത്. പിന്നെ പുണർപ്പ സ്കൂളിൽ പഠിച്ച് പിന്നെ ഹൈസ്കൂളിൽ പോയി. ഹൈസ്കൂളിൽ ഞാൻ SSC തോറ്റെങ്കിലും വീണ്ടും അവിടെ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്തവർ വീണ്ടും പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തേലാണ് നമ്മൾ. അന്നേരം നമുക്ക് ഈ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. MSF വരുന്ന മുമ്പ് എനിക്ക് വെച്ചാൽ പ്രസംഗം വലിയ താല്പര്യം. അപ്പോൾ നമ്മളൊരു പുളിമരമുണ്ട് വീടിൻ്റെ അടുത്ത്. അവിടെ നമ്മൾ കണ്ണ ചിരട്ടങ്ങനെ വെച്ചിട്ട് അതിലേക്ക് കയറുണ്ടങ്ങ് കിട്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പ്രസംഗിക്കും. ആ ചുറ്റുമുള്ള കുറേ കുട്ടികളുണ്ടാവും. അതങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ പ്രസംഗിക്കുന്നൊരു ശീലമാണ്. MSFൻ്റെ മലപ്പുറം ജില്ല വന്നപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് മലയിൽ, സെക്രട്ടറി KP, ഞാൻ ട്രഷറായി. എൻ്റെ ജീവിതത്തിലാകമായി ട്രഷറാകുന്നത്. മറ്റെല്ലായിടത്തും ഞാൻ സെക്രട്ടറിമാരാണ് കംപ്ലീറ്റ്. ഇന്ന് വരെ സെക്രട്ടറി MSFൻ്റെ ഫസ്റ്റ് ജില്ലാ കമ്മിറ്റി. പിന്നെ MS കഴിഞ്ഞിട്ട് ഞാൻ പഞ്ചായത്തിൻ്റെ ലീഗിൻ്റെ സെക്രട്ടറിയായി, പിന്നെ മണ്ഡലം സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറിയായി, സ്റ്റേറ്റ് സെക്രട്ടറി യൂത്ത് ലീഗ്. അതുപോലെ തന്നെ ലീഗിൻ്റെതും താലൂക്ക് പിന്നെ സെക്രട്ടറിയായി, ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി. ഏതാ ആ തർത്തീബ് അനുസരിച്ചാണ് ഞാൻ എല്ലായിടത്തും നടന്നത്. അതിൽ ഇടയ്ക്ക് മുറിഞ്ഞു പോയില്ല. 980 മജീദ് സാഹിബ് MLA ആയി. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ ഈ പിന്നെ പെരിന്തൽമണ്ണ മംഗളൊന്നും നിൽക്കാൻ അത്ര ആളുകൾ വരില്ല, ടൈറ്റ് മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ മംഗള പെരിന്തൽമണ്ണ പറഞ്ഞ വള്ളുവനാട് താലൂക്കിലെ പ്രധാന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഇരകളാണ്. ആൾക്കാർ മുഴുവൻ പാട്ടക്കുടിയന്മാരാണ്. ഒക്കെ മലയാളിമാരുടെ കൃഷിഭൂമി ജോലി ചെയ്യുന്നവരാണ്. പാട്ടത്തിന് വേണ്ടി അന്ന് 8-1 പദമുള്ള കാലമാണ്. 8-1 പദം അറിയില്ലേ? ഇല്ല. അത് പറയാൻ നെല്ലാണെന്നുണ്ടെങ്കിൽ അതിൽ 8-1 ജന്മി കൊടുക്കണം. അങ്ങനെയാണ്. അതിനെതിരെ വലിയ സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതിൽ. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടെച്ച് ഇങ്ങനെ ഈ ഭൂമി കിട്ടിയ ആൾക്കാരാണ് പഴയ ആൾക്കാരൊക്കെ. അതുകൊണ്ട് അവിടെയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് വിദ്യാഭ്യാസമുള്ള അധ്യാപനം മുഴുവൻ മാർക്സിസ്റ്റാണ്. പിന്നെ അവിടെ പഴയ ആൾക്കാരൊക്കെ പുതിയ തലമുറ നമ്മളെ വായത്ര തലമുറയാണ് ലീഗിലേക്ക് വരുന്നത്. CPI ഉപേക്ഷിച്ച് പിന്നെ ലീഗിലേക്ക് വരുന്നൊക്കെ പുതിയ തലമുറയാണ്. അപ്പോൾ 80-ലെ ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KKS തങ്ങൾ പെരുന്തവണ്ണ മത്സരിച്ചു. അപ്പോൾ ഞാൻ മംഗളയാണെങ്കിലും എനിക്കന്ന് പെരുന്തവണ്ണ ചുമതല നൽകിയിട്ടാണ് പിന്നെ നമ്മളന്ന് ജയിക്കണത്. ബിച്ചവാനെ തോൽപ്പിച്ചിട്ട് പെരുന്തവണ്ണ ആദ്യം പിടിക്കുന്നത് KKS ആണ്. അന്ന് തന്നെ പെരുന്തവണ്ണക്ക് ഇലക്ഷൻ ചുമതല എനിക്കായിരുന്നു. പിന്നെ അങ്ങനെ മംഗളിൻ്റെ പ്രശ്നം വന്നപ്പോൾ KKS തങ്ങൾക്ക് അസുഖമായി, നടക്കാൻ വയ്യാതായി. അതുകൊണ്ട് പിന്നെ മംഗളിൽ എന്നെയും പെരുന്തമണ്ണ സൂപ്പിനും നിർത്തി. അപ്പോൾ നിർത്തിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മത്സരിക്കാൻ വേണ്ടി പലരും നോക്കിയെങ്കിൽ ആരും താല്പര്യം കാണിച്ചില്ല. നമ്മൾ താലൂക്ക് പ്രസിഡൻ്റ് തന്നെ വെങ്കിട്ട
കുഞ്ഞാപ്പൊക്കെ വെങ്കിട്ട മുഹമ്മദ് എന്ന കുഞ്ഞാപ്പ. അയാൾ പിന്നാലെ കുറേ നടന്നു അങ്ങനെ നിൽക്കാൻ വേണ്ടി, പക്ഷെ മുമ്പ് നിന്നില്ല. അവസാനം നമ്മളൊരു ചെറുപ്പക്കാരൻ നിർത്തുക എന്ന് പറഞ്ഞ് എന്നെ നിർത്തി. ഞാൻ ബസ് യൂത്ത് ലീഗ് ആയിട്ട് ഓടി ഇറക്കുകയാണ്. അതുപോലെ ഞാൻ പഠിച്ചത് ബോർക്കരാർ പഞ്ചായത്തിലെ കൊളത്തൂർ ഹൈസ്കൂളാണ്. താമസിക്കുന്നത് കുറുവ പഞ്ചായത്തിലാണ്. ജനിച്ചു വളർന്നത് പുഴക്കാട്ടിൽ പഞ്ചായത്തിലാണ്. ജോലി ചെയ്തത് മക്കരപ്പറഞ്ച് പഞ്ചായത്തിലാണ്. മങ്കടായിട്ട് അത്രയും എല്ലാ പഞ്ചായത്തുകളും. പിന്നെ അവിടെ 2-3 സമരങ്ങൾ നമ്മൾ നയിച്ചിരുന്നു. ഈ ഹൈസ്കൂളിലെ സമരങ്ങൾ പ്രമാദമായ സമരമാണ്. ഈ ഒരു അധ്യാപകന്മാർക്കെതിരെ മങ്കടയിലൊരു സമരം, മക്കരപ്പറമ്പിൽ സമരം, ഭയങ്കര ഒച്ചപ്പാടും കൊണ്ടുണ്ടാക്കിയ സമരമാണ്. അധ്യാപകരെ സസ്പെൻഡ് ചെയ്തൊക്കെ വലിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിലൊക്കെ നമുക്ക് ബന്ധങ്ങളാണ്. അപ്പം എന്നാൽ മജീന നിർത്താൻ തീരുമാനിച്ചു. ഈ CH ബന്ധം ഈ സ്ഥാനാർത്ഥിത്വത്തിനും അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി ആവാനൊക്കെ കാരണമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാ. അപ്പം അങ്ങനെയാണ് അവിടെ മത്സരത്തിലുണ്ട്. ആ മത്സരിക്കാൻ വേണ്ടി മത്സരിപ്പോൾ നമ്മളിത് ഫുലൂസിലില്ല, പൈസ ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിൽ നമ്മളിന്ന് പൈസ വാങ്ങിയില്ല. ഓരോരുത്തർ പറഞ്ഞു ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കാം, ഇവിടെ ഒന്നും വേണ്ട. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 25,000-26,000 രൂപ കൊണ്ടാണ് എമ്പൽ മത്സരിക്കുന്നത് നമ്മൾ. ചിലവ് അതുപോലെ സ്ഥാനാർത്ഥിയാൻ വേണ്ടി CH, അതുപോലെ തന്നെ പാണക്കാട് പൂക്കോയത്തങ്ങൾ, സീരിയാജിപരൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ നിർത്തുന്നത്. ഈ CH ബന്ധം, CH ബന്ധത്തിൻ്റെ ഏറ്റവും അടുപ്പം വന്നത് ലീഗിലെ പിളർപ്പാണ്. ലീഗിലെ പിളർപ്പ് വന്നപ്പോൾ യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഞാനും ഭാവി മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. മറ്റാരും പ്രമുഖരൊക്കെ അങ്ങോട്ട് പോയി. എല്ലാവരും പുറമായി. യൂണിയൻ ലീഗിന് യൂത്ത് ലീഗ് ഇല്ലാതായി. അപ്പോൾ ആ സമയത്ത് അത് സംഘടിപ്പിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞു. ഞങ്ങൾ കമ്മിറ്റി ഇതൊക്കെ ഇല്ലാതെ അങ്ങനെ CK മൊയ്തീനും പെരുന്നാൾ തായൂറൂട്ടിനൊക്കെ ഏൽപ്പിച്ചിട്ട്, അപ്പോൾ അന്ന് യൂത്ത് ലീഗിൻ്റെ ഉണ്ടാക്കുന്നത് നമ്മളാണ്. കാരണം ആ കാലത്ത് അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും പോകണം, എല്ലായിടത്തും പോയിട്ട് കമ്മിറ്റി ഉണ്ടാക്കണം. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. എവിടെയും മര്യാദക്ക് നടത്താൻ പറ്റില്ല. എല്ലായിടത്തും കല്ലേറ്, പിന്നെ ചെരുപ്പെറിയുക, കുടിയൊക്കെ അതൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഫാറൂഖ് പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ഇവിടെ തങ്ങുക. കോഴിക്കോട് ബീബിലക്കോൻ്റെ അവിടെയാണ് കൂടുക. ബീബിലക്കോൻ്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പിവെള്ളം, അന്നാണ് കുപ്പിവെള്ളം ശീലമായത്, കുപ്പിവെള്ളം കിട്ടുള്ളൂ. അവിടെ കൂടും. പിന്നെ കുറച്ച് കാരണന്മാരുണ്ടാവും. യാത്രയൊക്കെ ബസ്സിലായിരുന്നു. യാത്ര ബസ്സിൽ, ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ ലാറികളിൽ, അങ്ങനെയാണ്. ലോറിയിലൊക്കെ പോകണം. അന്നൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് യൂത്ത് ലീഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും KSRT അഡ്വൈസർ മെമ്പറുടെ കാർഡ് ഉണ്ടായിരുന്നു, ID കാർഡ്. അപ്പോൾ എവിടെ സഞ്ചരിക്കാം. അപ്പോൾ ഈ കോഴിക്കോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ P. അബൂബക്കർ തുടങ്ങിയുള്ള പ്രഗത്ഭരെല്ലാവരും പുറത്തും. കുറ്റിച്ചെറിയിലാണ് എല്ലാ നയപ്രഖ്യാപനം നടത്തേണ്ട സ്ഥലം. കുറ്റിച്ചെറി കടക്കാൻ പാടില്ല. അപ്പം ഞങ്ങൾ ബീവല്ലക്കോനോട് യോഗം ചെന്നിട്ട് ഞങ്ങൾ യോഗം നടത്തുന്നതാണ്. അങ്ങനെ ഞാൻ PK കബാവ, വയനാട് PK അബൂബക്കർ, ഞങ്ങൾ 3 ആളും ഇവിടെ പോയി 70 വോട്ടും. കേൾക്കാൻ 10-20 ആളുണ്ടായിരുന്നു. പിന്നെ കുളത്തിൻ്റെ അവിടെ 10-20-30 ആളുണ്ട്. ഞങ്ങൾ 3 ആൾ ഓരോ മണിക്കൂർ സഹിച്ചു. 3 മണിക്കൂർ ഞങ്ങൾ യോഗം നടത്തി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ വയസ്സന്മാരിങ്ങനെ പുറത്തുനിന്ന് ഉഷാറായി. അതാണ് ഈ കുറ്റിച്ചാറി കോഴിക്കോട്ടെ യൂണിയൻ ലീഗിൻ്റെ അടിത്തറമാണ്. അതാണ് ആദ്യത്തെ യോഗം ഇവിടെ. അതോടൊപ്പം തന്നെ ലീഗ് ഓഫീസ് നമുക്ക് അടക്കാൻ പാടില്ല, അവരുടെ കയ്യിലായിരുന്നു. വല്യങ്ങാടി ഓഫീസ്. ഞങ്ങളവിടെ ഒരാഴ്ച കാവലത്. ഞങ്ങൾ മലപ്പുറത്തുനിന്ന് പിന്നെ അരിമ്പർ ബാപ്പാക്ക, കാവനൂർ സെയ്തൽ വാജി, ഈ എടക്കര അംസാക്ക, ചുങ്കത്തര കരീം വാജി തുടങ്ങിയുള്ള വമ്പൻ നേതാക്കന്മാരും, പയ്യേരി മുഹമ്മദ് തുടങ്ങിയുള്ള ആൾക്കാരുണ്ടല്ലോ, ഓരൊക്കെ ഇപ്പോൾ ഞങ്ങൾ കാവലെന്ന് ഞങ്ങൾ പൂട്ട് പിടിച്ച് അകത്തേക്ക്. അതിന് ശേഷം ചന്ദ്രികയിൽ നമുക്ക് യാതൊരു രക്ഷയില്ല. ചന്ദ്രിക നമുക്കിതിലിങ്ങനെ വാർത്ത വരായിരുന്നു. CHനെതിലും നമുക്കിത് വാർത്ത വരായിരുന്നു. അനുവദിക്കാൻ പറ്റില്ലാറുണ്ട്. നമ്മൾ അതിൽ കൂടി നമ്മൾ ചെറുപ്പക്കാരടക്കം കൂടിയിട്ട് ചന്ദ്രിക ഓഫീസ് കൈകാറി. കുട്ടിയാം സാഹിബിൻ്റെ പേര പോയി വളഞ്ഞു. അത് വലിയൊരു സങ്കടമുള്ള കാര്യമാണെങ്കിലും പേര പോയി വളഞ്ഞു. ഞങ്ങൾ ബസ് എടുത്തിട്ട് വന്നു. വളഞ്ഞിട്ട് ഞങ്ങൾ ചന്ദ്രിക കയറി പൂട്ട് പൊളിച്ചകത്തേറി. എന്നിട്ട് അവിടെ നിന്നു. ഞങ്ങൾ 5 ദിവസം അവിടെ കാവലന്നു ചന്ദ്രയിൽ. അങ്ങനെയാണ് ചന്ദ്രിക നമ്മളെ പിടിച്ചത്. അന്ന് വലിയൊരു ഗുണം ചെയ്തത് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അയാളെ സപ്പോർട്ട് കാര്യമായിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു.
എന്തായാലും അത്രയും പോരാട്ടം യൂത്ത് ലീഗിൻ്റെ ഒരു പോരാട്ടം ഭയങ്കര പോരാട്ടം. പിന്നെ അപ്പോൾ തന്നെ ഈ ഇതിൻ്റെ വളരെ ക്രൂഷ്യലായ സമയം വന്നപ്പോൾ പാണക്കാട് പൂക്ക എന്നുകൊണ്ട് ഒരു ജൈത്രയാത്ര തീരുമാനിച്ചു. മനോരമ പുത്തുറുമാമിനെ പ്രത്യേക കറസ്പോണ്ടൻ്റാക്കി അന്ന് വിട്ടു. അവിടുന്ന് ആരംഭിച്ചു കാസർഗോഡ് നിന്ന്. എൻ്റെ പ്രവർത്തന വഴിയിൽ മുട്ടിയിട്ടത് തടസ്സപ്പെടുത്തുന്നു എന്നാണ് തങ്ങൾ പ്രസംഗം. അതാണ് തുടങ്ങിയിട്ട് ഞങ്ങൾ സെറ്റ് അതിൻ്റെ മുകളിൽ വരും. എല്ലാ കാര്യം കൂടിയൊക്കെ ചെരുപ്പൊക്കെ നീക്കിയിട്ട് ഞങ്ങൾ മലപ്പുറത്തുനിന്നൊരു സെറ്റ് ഇങ്ങനെ അതിൻ്റെ മുമ്പിൽ പാസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വലിയൊരു സമ്മേളനം കണ്ടത് നട്ടുച്ചക്ക് തളിപ്പറമ്പിലാണ്. അസാധ്യ സമ്മേളനമാണ്. ആനയും അമ്പാരിയൊക്കെ ആയിട്ടുള്ള ഭയങ്കര സമ്മേളനം. ഏത് വർഷം അത് പിറന്ന ഉടനെ പിറന്ന സമയത്ത് പോക്കോയത്തങ്ങളെ 75 അതോടുകൂടിയാണ് നമ്മൾ ഈ ഇതിങ്ങനെ സജീവമായിട്ട് ഉള്ളത്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ധാരാളം യോഗം പോവാൻ സൗകര്യമില്ല. ആൾക്കാർക്ക് നമ്മളെ കൊണ്ടുവിടാൻ സാമ്പത്തിക ചുറ്റുപാടില്ല, വാഹനമില്ല. അപ്പോൾ അന്ന് നമുക്ക് ഏറ്റവും ആവശ്യം ഈ മാവേർക്ക് എപ്പോഴും ലാറി ഉണ്ടാവും, മുളലാറി എവിടുന്നും കയറാം. അപ്പോൾ അത് ഈ ഇരുന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ കിടന്നുറങ്ങും, എന്നിട്ട് രാവിലത്തെ ബസ്സിന് പോരും. അങ്ങനെ ചീക്കോട് പരിപാടിക്ക് പോയി. നമ്മൾ വീടിന് ഒരു രക്ഷയില്ല, ഒരു തോണി കയറ്റി. അന്ന് ബിർള കമ്പനിയിലെ ശബ്ദം ഉണ്ടല്ലോ, ഗർജനം, നട്ടപ്പാതിരക്ക് ചാരിയർക്കുള്ള യാത്ര ഉണ്ടല്ലോ, അപ്പോഴും മറക്കൂല. പേടിച്ച് പോകും, നമ്മളാകെ വരച്ച് പോകും. കാരണം ഒരു തോണിക്കാരൻ ഞങ്ങൾ രണ്ടാളുള്ളൂ തോണിയിൽ, ഞങ്ങൾ പ്രത്യേകമായിട്ട് കൊണ്ടുവിടുകയാണ്. ഇതിൻ്റെ ഭയങ്കര ശബ്ദം നട്ടപ്പാതിരക്ക് 1 മണി 2 മണിയൊക്കെ ഉണ്ടാവും. പക്ഷെ മാവൂർ വന്നിറങ്ങിയാൽ നമുക്ക് വാഹനം കിട്ടും. അന്നത്തെ യോഗത്തിലൊക്കെ നമ്മൾ 10-20 കിലോമീറ്റർ നടന്നു പോയാൽ അന്നത്തെ കമ്മിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ കമ്മിറ്റി നല്ല ഡിസ്കഷനായിരിക്കും. ഡിസ്കഷൻ എന്നുണ്ടെങ്കിൽ യോഗം തുടങ്ങുകയാണെങ്കിൽ ലീഗ് ഓഫീസർ നിലത്ത വിരിച്ചിട്ടുണ്ടാകുക ഷീറ്റ് കൗൺസിലൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ആദ്യം എന്തൊക്കെ നമ്മളത്തെ ഒന്ന് രോഗിയും വരണ്ട പോവുക, വല്ലാതെ വിമർശിക്കേണ്ടെന്നൊരു അവസ്ഥയും. പക്ഷേ വിമർശിക്കാം, നന്നായി വിമർശിക്കാം. അവർക്ക് ദേഷ്യമില്ല, കാരണം വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട വിമർശനം CH നന്നായി മറുപടി പറയും. നമുക്ക് മറുപടിക്കും സന്തോഷമാണ്. പാർട്ടി ജനാധിപത്യം നന്നായി നമ്മൾ ജീവിതകാലം മുഴുവൻ അത് ചർച്ച ചെയ്യണം. ഒരു തവണ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഞാൻ വിമർശിക്കാൻ തീരുമാനിച്ച ആദ്യം പ്രസംഗം ശിഹാബ്ദങ്ങൾ വന്ന ഉടനെയാണ്. ശിഹാബ്ദങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ട് ഇവരിങ്ങനെ ഓരോന്ന് ചെയ്യൽ തുടങ്ങി. അപ്പോൾ പറഞ്ഞു ശിഹാബ്ദങ്ങൾ കൊണ്ട് സ്ട്രോങ് ആവണം. അപ്പോൾ വിമർശനം അന്ന് നന്നായി ഉൾപ്പാർട്ടിയായിട്ടുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിന് നല്ല മറുപടി ഉണ്ടാവും, നമ്മളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നിയമസഭയിലിങ്ങനെ കമ്മിറ്റിയിൽ വിമർശനം വരും. ഞാൻ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ആയ മുതൽ ഇന്ന് വരെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അതാണ് ഇത്രയും പാരമ്പര്യമുള്ള വരാറില്ല. ഈ അമസായ ഉണ്ടായി പോയി. അതായത് 75 മുതൽ 2026 വരെ സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ തുടർന്ന് വരാണ്. അതിലും മുറിച്ചിട്ടില്ല. അത് വലിയ സംഭവമാണ്, ഒരു സംഭവമാണ്. അതാണ് എൻ്റെ സംഗതികൾ. അതിൻ്റെ ഇടയ്ക്ക് ഗൾഫിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷൻ്റെ മുമ്പ് ഗൾഫ് ഞാൻ റേമേശ്ശേരി അമീത് മാഷപ്പാടുന്ന് എല്ലാവരും പോണ കാലമാണ്. പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ആ വിവരം പിന്നെ ബീരാ സാഹിബ് പറഞ്ഞു. ബീരാ സാഹിബ് ജില്ലാ സെക്രട്ടറി ഞങ്ങൾ കൂടെ ഇങ്ങനെ എപ്പോഴും സജീവമുള്ള ആളാട്ടോ. CH പറഞ്ഞു. CH വിളിച്ചു നമ്മൾ. കാരണം അതിൻ്റെ ഇടയിൽ പാർലമെൻറ്റ് പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ബനാത്ത് പോലെ മത്സരിക്കണം, ബനാത്ത് പോലെ മത്സരിക്കണം, അത് കഴിഞ്ഞിട്ട് വെക്കോ. ആ മത്സരത്തിൻ്റെ ഇടയിലാണ് നിയമസഭ തന്നെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ മത്സരിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ അവിചാരിതമായി ഇത് വന്ന് ചാടി. ആ പോക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ പ്രവാസിയാവില്ല, മലയാളിയായി യൂസ്ഫുല്ലായിരുന്നു വിചാരിച്ചോളൂ. ഏതായാലും ഇതേ തോന്നും. അതാണ് ഒരു സംഗതികൾ. ഈ 980 നമ്മളവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ഈ 980 മജീദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ വർഷമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫ് പോകാതെ മത്സര രംഗത്തേക്ക് വരുന്നു. ഈ 80 തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായ സമരം നടന്നത്, ഭാഷാ സമരം. 80 ജൂലൈ 30 അപ്പോൾ ഇന്നും വളരെ ആവേശത്തോടു കൂടെ യൂത്ത് ലീഗുകാർ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നൊരു സംഭവം കൂടിയാണ്. മജീദ് സാഹിബിനെ ഭാഷാ സമര നായകൻ എന്നാണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് പലപ്പോഴും. അപ്പോൾ മജീദ് സാഹിബിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ ഭാഷാ സമരത്തിലെ ആ ഒരു നായകത്വം, ഈ നിയമസഭയിലേക്കുള്ള കയറിച്ചെല്ലൽ, ഈ ചോര പുരണ്ട കുപ്പായവുമായി നിയമസഭയിലേക്ക് പോകുന്നു.
മജീദ് സാഹിബ് എത്തിയതിന് ശേഷമാണ് എന്താണ് മലപ്പുറത്ത് നടന്നത് എന്ന് കൃത്യമായിട്ട് അവിടെയുള്ളവർ അറിയുന്നത്. അങ്ങനെ അവിടെ പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബോധരഹിതനായി വീഴുന്നു. സീതി ഹാജി ഉൾപ്പെടെയുള്ളവർ അത് കണ്ട് കരയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വികാരഭരിതമായ രംഗങ്ങൾ അന്ന് സംഭവിക്കുന്നുണ്ട്. ആ ഒരു സമയത്തെ സ്വന്തം അനുഭവങ്ങൾ എങ്ങനെയാണ് ഓർക്കുന്നത്? ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ്. എന്ത് സംഭവിച്ചു, ആരൊക്കെ മരിച്ചു, ആരൊക്കെ എവിടെ കിടക്കുന്നത് യാതൊരു വിവരമില്ല. റമദാൻ മാസമാണ്. അപ്പോൾ റമദാൻ മാസത്തെ ഞങ്ങൾ മഞ്ചേരി PCCയിലാണ് കൂടുക. അവിടെയാണ് നമ്മളെല്ലാ ആൾക്കാരും പോകുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് PCCയിലെത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തി എല്ലായിടത്തും നമ്മൾ ആളുകൾ തരാനൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ CH വിളിച്ചു, നിങ്ങളവിടെ ഇരുന്നാൽ പറ്റില്ല, ഇവിടെ വന്നിട്ട് വിവരങ്ങൾ പറയണം. അങ്ങനെ രാത്രി 12 മണി കഴിഞ്ഞ് കാണും. ഉടനെ ഒരു കാർ എടുത്തിട്ട് നേരെ തിരുവനന്തപുരം പോയി. മജീദ് സാഹിബ് എവിടെ പങ്കെടുത്തിരുന്നു അന്ന്? ഞാൻ മലപ്പുറത്ത് തന്നെയാണ്. ഞാൻ ബാബ അവിടെ, ഞാൻ മലപ്പുറത്ത്. മലപ്പുറത്ത് ഞാനാണല്ലോ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ അപ്പോൾ നേരെ തിരുവനന്തപുരത്ത് ചെന്ന് കക്ഷി നേതാക്കന്മാർ മുഴുവൻ പഴയ നിയമസഭയുടെ ലൈബ്രറിൻ്റെ ഹാളിലേക്ക് വിളിച്ചു വരുത്തി സംഗതികളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഇതാണ് സംഭവം നടന്നത്. എന്നുവെച്ചാൽ മറ്റൊന്നുപോലെ തന്നെ അല്ലേ, എന്താ വെച്ചാൽ ഇവിടെ ഒരു വെടിയപ്പൻ്റെ ഒരു മുന്നറിയിപ്പൊന്നുമില്ലല്ലോ. അതായത് വെടിയപ്പനാണെങ്കിൽ നമ്മളൊരു പിന്നെ ആൾക്കൂട്ടം പിന്നെ അക്രമസത്താണ് എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടണം. അതുപോലെ തന്നെ ഒരു ചുവന്ന ബോർഡ് കാണിക്കണം, ബാനർ കാണിക്കണം, ലഹത്തി ചാർജ് നടത്തണം, ടിയർ ഗ്യാസ് നടത്തണം. അതിന് ശേഷമാണ് വെടിയപ്പെടുത്തേണ്ടത്. ചട്ടങ്ങൾ ഇതെന്ത് പറ്റി വെച്ചാൽ കണ്ണനൊരു പോലീസുകാരൻ മരിച്ചു പോകും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അയാളെ കൊന്നതാണ് ധാരണയിൽ പോലീസിൻ്റെ ഇടയിലും പ്രശ്നങ്ങൾ വന്നു, അറ്റാക്ക് വന്നു. അങ്ങനെയാണ്. പക്ഷേ ആ വെടിവെപ്പിൽ നമ്മൾ മറക്കാത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-65 വയസ്സായ കുട കുത്തിപ്പിടിച്ച ഒരാൾ നേരെ പോലീസിൻ്റെ മുമ്പിൽ വരാം. ഇപ്പം നമ്മൾ ഈ കടപ്പുറത്ത് പോയി അറബിക്കടലിന് മുമ്പിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വരൂലേ, തിരമാല വരില്ലേ, അതുപോലെ ആളിങ്ങനെ വരിക, ഇങ്ങനെ നീങ്ങുക. അതൊരു ജീവിതം മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു പ്രായമുള്ള ഒരാൾ 10-65 വയസ്സായി, പിന്നെ ആളുമ്പോൾ തിരിച്ചറിയാൻ പറ്റുമല്ലോ, നേരെ അങ്ങോട്ട് വരികയാണ്. വെടിയപ്പ് വെച്ചാൽ തോക്കിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. പിന്നെ അവർക്ക് ബുള്ളറ്റ് കിട്ടാതിരിക്കാൻ കാരണം കൊണ്ടുവരേണ്ട ആൾ നമ്മളൊരാളാണ് ക്യാമ്പെന്ന്. അയാൾ തിരിച്ചു വന്നില്ല, അതുകൊണ്ട് പിന്നെ അവർ അകത്തേക്ക് വലിഞ്ഞു. അതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ എല്ലാ കക്ഷി സംഗതികൾ പറഞ്ഞു. അങ്ങനെയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കണത്. എഴുന്നേൽപ്പത്തിൽ പിന്നെ കൂടുതൽ ചർച്ചയ്ക്ക് അവസരം നൽകിയില്ല. പിന്നെ CH പ്രസംഗിച്ചു. പിന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ഏറ്റു. അതിൽ ഒച്ചപ്പാടായപ്പോൾ എന്നോട് സംസാരിക്കാൻ സ്പീക്കർ പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നതിനാണ് ബോധരഹിതനായിട്ടുള്ള പ്രശ്നം. കുപ്പായം കയ്യിൽ വെച്ച് അത് പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ ഇവിടുന്ന് പോവല്ലേ, അപ്പോൾ അത് പ്രകാരം തൊട്ടിസാരം കാണിക്കാൻ പാടില്ല എന്നാണ് വെപ്പ്. തെളിവിന് വേണ്ടി കുപ്പായം കയ്യിൽ വെച്ചു. അപ്പോൾ ഈ ചോരമുണ്ട തെറ്റോ അങ്ങനെ പോണത്. പിന്നെ അന്നത്തെ സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ മോഹാലിസപ്പെട്ട് വീണു. ആരാണ് അപ്പോൾ താങ്ങിയെടുത്തത്? അത് സീരാജി ഉണ്ട്, പിന്നെ കമലുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ആ സമയത്ത്. പിന്നെ നമുക്ക് ഡോക്ടർമാരൊക്കെ അപ്പോഴേക്ക് എത്തി. ഡോക്ടർമാരൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ സാധാരണ അസംബ്ലി നിർത്തലാണല്ലോ, ഇത് സഭ അനിശ്ചിതമായി പിരിയായിരുന്നു. ശരി. അത് സംഭവമാണ്. ഈ ബിസിനസ് ഒന്നും നടത്തിക്കൊണ്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സഭാ നേതാവ് മുഖ്യമന്ത്രി നയനാർ പറയുകയും സഭ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ പിറ്റേന്ന് സഭയില്ല, നിർത്തിയൊക്കെയല്ല. അന്നത്തെ ദിവസം പിരിച്ചുവിടല്ലേ? അല്ല, സഭേനെ അനിശ്ചയകാലത്തേക്ക് പിരിഞ്ഞു. അങ്ങനെയാണ്. ഒരു അസാധാരണ സംഭവമാണ്. അസാധാരണ സംഭവം. എന്തായാലും സമരത്തിന് ഫലമുണ്ടായി. അതെ. പക്ഷേ നമ്മൾ സംഭവിച്ചൊരു പ്രശ്നം വെച്ചാൽ ഈ വെടിവെപ്പിന് ഉത്തരവാദി യൂത്ത് ലീഗരാണ് എന്ന പ്രചരണം അവസാനിപ്പിക്കണം എന്ന് എനിക്ക് ഭാഷയുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മലപ്പുറം 2nd ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രൈവറ്റ് എൻട്രി കൊടുത്തു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി അവിടെ ചെയർമാനാണ്, ചെയർമാൻ്റെ പേര് കൊടുത്തു. അത് വിചാരണ ചെയ്തിട്ട് 2nd ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു ഈ വെടിവെപ്പിന് ഉത്തരവാദി പോലീസാണ്, അതുകൊണ്ട് അവരുടെ പേരിൽ കൊലപാതക കേസെടുക്കണം. നമ്മുടെ കാര്യം നടന്നല്ലോ. 6000 ആൾക്കെതിരെ കേസുണ്ടായിരുന്നു. 6000 ആൾക്കാർ കേസുണ്ടായിരുന്നു. മാത്രമല്ല 6-7 ഓഫീസുകൾ ചുട്ടീകരിച്ചപ്പോഴും വ്യാപകമായ അക്രമങ്ങൾ, ഇതൊക്കെ സ്പോണ്ടേനിയസിൽ ഒന്നാണ്, നമ്മളുണ്ടാക്കണമല്ല ഉണ്ടായതാണ്. ആരെങ്കിലും ജയിലിൽ കടന്നിരുന്നോ? അത് ഞാൻ പറഞ്ഞ ഒരു 5-6 കോടതിയിൽ കേസാണ്. അപ്പം നമ്മളങ്ങനെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്തിച്ചു, 90 വയസ്സ് ഒരു പ്രതിയുണ്ട്. 90 വയസ്സായ അബ്ദുള്ള മൗലവി കൂട്ടിൽ, മങ്കട കൂട്ടിൽ, അയാൾ ഒരു പ്രതി നടത്തിയിരുന്നു.
അയാളെ ഹാജരാക്കി കോടതിയിൽ. അടിച്ച് 2 ഷോട്ടിങ്, എല്ലാവരും പോകാൻ പറഞ്ഞു. എല്ലാ പ്രതികളെയും പറഞ്ഞു. കുറേ കേസ് മുൻകൂർ ജാമ്യം, കുറേ കേസ്, അങ്ങനെ ആകെ കൂടി കേസുകൾക്കൊരു ബഹളമയം. അതുകൊണ്ട് ഏത് കോടതി ചെന്നാലും കേസ് ശരിക്കും നോക്കാൻ കഴിയില്ല, ഒരു വ്യക്തത ഇല്ലാത്ത അവസ്ഥ. വ്യക്തതയില്ലാതെ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം 4 കോടതി ഒരേ സമയം കേസ്. അപ്പോൾ സൂപ്പി വക്കീലാണ്, കോടതി ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അയാൾ സീനിയർ വക്കീലുണ്ട്, മൊയ്തു വക്കീൽ. അയാൾ കോട്ടൊക്കെ വാങ്ങിയിട്ട് പിന്നെ വന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞു, നേരത്തെ ജഡ്ജിൻ്റെ ചേമ്പക്കാർ വിവരം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ജഡ്ജിന് മുമ്പ് ഒന്ന് വിവരം പറഞ്ഞു പോലെ ഇവരോടൊക്കെ പറഞ്ഞിട്ട് എണീറ്റുന്നു. അപ്പോൾ 12 പ്രതികൾ വേണം കൂട്ടിൽ, 16 പ്രതികൾ കൂട്ടിൽ നോക്കുമ്പോൾ. അപ്പോൾ ജഡ്ജി ഒന്ന് 4 ആളെ ഇറങ്ങിക്കണാറ്, 4 ഇറങ്ങിയിട്ട് അറിയാം. പക്ഷേ ഇതിൽ സംഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ 15 ആളെ അറസ്റ്റ് ചെയ്യണം. ഗവൺമെൻറ് നിയമമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം. ഒരു DYSP ഉണ്ട്, ഒരു ഗാന്ധിയനായ DSP ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ 15 ആൾ കൊടുക്കും പേര്, അവരയാൾ മുമ്പിൽ ഹാജരാക്കും. അയാൾ സ്റ്റേഷനിലേക്ക് റിമാൻഡ് ചെയ്യും. ഞങ്ങൾ ആൾക്കാരെ ലീഗ് ഓഫീസ് കൊണ്ട് കടത്തും. കടത്തിയിട്ട് പിറ്റേന്ന് ഞങ്ങൾ കോടതി കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഒഴിവാക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 302 കേസടക്കം ഈ പിന്നെ എല്ലാ നോൺ ബൈലബിൾ കേസുണ്ടായിട്ട് പോലും ഒരാൾ പോലും ഒരു ദിവസം പോലും ജയിലിൽ പോയിട്ടില്ല. അതാ ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരൊറ്റ ആൾ ജയിലിൽ പോയില്ല. മാത്രമല്ല നമ്മൾ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടും. ആവശ്യിച്ചാൽ അവർക്ക് ഭയങ്കര ഭയമായിരുന്നു. മലപ്പുറത്ത് ഈ സംഭവത്തിന് ശേഷം ഗ്രേറ്റ് മാർച്ച് പ്രഖ്യാപിച്ചതിന് ശേഷം ഗ്രേറ്റ് മാർച്ച് നമ്മൾ ഉടനെ തീരുമാനില്ലെങ്കിൽ ഗ്രേറ്റ് മാർച്ച് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൽ പിന്നെ നയനാർ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പ്രശ്നം തീർക്കാൻ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വന്ന് അയാൾ കുറേ കരഞ്ഞു. അങ്ങനെ ക്ഷമാപണമൊക്കെ നടത്തി. CH കൂടെ ഉണ്ടായിരുന്നു. തീർപ്പാക്കാൻ വേണ്ടി പിന്നെ മിനിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഉദ്യോഗസ്ഥർ സംസാരിച്ചോളി, ഞങ്ങളെപ്പോൾ തരാറ്. അങ്ങനെ അന്നത്തെ ഒരു വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു വിശ്വംഭരുണ്ട്, സെക്രട്ടറി ഒരു പിന്നെ തമിഴനാണ്. ആ ചർച്ചൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുണ്ടാക്കിയ ഡ്രാഫ്റ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തത്. ശരി. ഞങ്ങളുണ്ടാക്കിയ ഡ്രാഫ്റ്റിൽ ഒരു ഭേദഗതിയില്ല. യൂത്ത് ലീഗ് ഉണ്ടാക്കി. യൂത്ത് ലീഗ്, അതായത് കൊടുത്ത മൗലവി, യൂരബിന സാഹിബ്, അഹമ്മദ് മദനി, ഞാൻ, അങ്ങനെ 5-6 ആൾ എന്നിട്ടാണ് ആ കരട് ഗവൺമെൻറ്. ഉമാശങ്കറാണ് അന്നത്തെ ഗവൺമെൻറ് സെക്രട്ടറി, തമിഴനാണ്. ആ ഓർഡർ പിൻവലിച്ചപ്പോഴാണ് നമ്മൾ പിൻവലിക്കണത്. നമ്മൾ 1 ലക്ഷം ആൾക്കാർ ഗ്രേറ്റ് മാർച്ച് നടത്തുന്നപ്പോഴാണ് നമ്മളെ ഡിസ്കഷൻ വിളിക്കണത്. ആ ഡിസ്കഷൻ്റെ മുഖ്യമന്ത്രിയൊക്കെ വളരെ അനുകൂലമായ നിലപാടായിരുന്നു. കാരണം അത് യൂണിയൻകാരുണ്ടാക്കിയ പ്രശ്നമാണത്. അറബി ഭാഷ ഇല്ലാതെ ഉണ്ടാകുന്ന സൗകര്യത്തിന് വേണ്ടി അവർ ചെയ്തത്. കാരണം അന്നത്തെ ഒരു പ്രശ്നം വെച്ചാൽ അന്ന് നാട്ടിലെ മുഴുവൻ തെക്കൻ ജില്ലക്കാർ അധ്യാപകർ, ഒരു അറബിക്ക് അധ്യാപകർ മാത്രമേ നാട്ടിനുള്ളൂ. അപ്പോൾ അവൻ്റെ കയ്യിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. ജനങ്ങളും അവൻ്റെ കൂടെയാണല്ലോ. അങ്ങനത്തെ കാലമാണ്. അപ്പോൾ അതിന് ആ ഓർഡർ ഇറങ്ങിയ ശേഷമാണ് നമ്മളത് പിന്നെ സമരത്തുനിന്ന് പിന്തുണ തീരുമാനിച്ചത്. പിന്നെ ഈ കേസും കുൽമാലുകൊണ്ട് പോലീസ് കുടുങ്ങി. അവസാനം വയലാർ രവി ആഭ്യന്തരമന്ത്രിയായി നമ്മളുമായി ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെല്ലാ കേസും പിൻവലിക്കാറുന്നു. അവരെ കേസും പിൻവലിച്ചു. അങ്ങനെ രാജിയായതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇക്കാലത്താണെങ്കിൽ എന്നോ ജയിലിൽ കിടക്കും ആൾക്കാർ റിമാൻഡ് ചെയ്തിട്ട്. ഒരാളെപ്പോലും ഒരു ദിവസം പോലും പിന്നെ കിടന്നിട്ടില്ല. മജീദ് സാഹിബ് തുടക്കം മുതൽ ഒരുപാട് നേതാക്കന്മാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും CH പോലുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, അതായത് 1960 മുതലുള്ള പൂക്കോയത്തങ്ങൾ മുതലുള്ള എല്ലാ ലീഡർഷിപ്പുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പോൾ പ്രത്യേകിച്ചും പാണക്കാട് കുടുംബമായിട്ടുള്ള ബന്ധം, അത് മജീദ് സാഹിബിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ പ്രസിഡൻ്റായിട്ട് ഹൈദരലി ശിഹാബ് തങ്ങളാണ്, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ പ്രസിഡൻ്റായിട്ട് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പാണക്കാട് കുടുംബമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു തുടക്കം? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാണക്കാട് കുടുംബമായിട്ട് ചെറുപ്പത്തിൽ വന്നതാണ്. എൻ്റെ അമ്മേൻ്റെ വീട് പാണക്കാടിൻ്റെ അക്കരയാണ്, മറ്റത്തൂര് ഒതുക്കങ്ങ് പഞ്ചായത്തിലാണ്. അപ്പോൾ ആ കുടുംബം പാണക്കാട് ഏറ്റവും വളരെ ബന്ധങ്ങളാണ്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മളവിടെ കൊണ്ടുവരും, തലയിലങ്ങനെ ഊതിച്ച് മുതിച്ച് ഊതിനെ തങ്ങളെത്ത് എപ്പോഴും വരുന്ന ഒരു കാലമാണ് പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങൾ അമ്മ വരും, ഇപ്പനും കുട്ടി അവിടെ വരും. അങ്ങനെ വലിയ ബന്ധങ്ങളാണ്. അപ്പോൾ പൂക്കോയത്തങ്ങൾ പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ പൂക്കോയത്തങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോപ്ലവരിക്കുക നല്ല സുഗന്ധമായിരിക്കും. വരാന്തി ആർക്ക് ചെന്നാലും ചൈന സ്മോർക്കണം, എപ്പോഴും ഈ മണമുണ്ടാവും നല്ല. പിന്നെ കണ്ടമാനം ആൾക്കാർ വരും. മനസ്സിലായില്ലേ? ഒരു തവണത്തെ സംഭവമുണ്ട്. അത് PK വാര്യർ ഒരു
പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാളിങ്ങനെ ചങ്ങലക്കിട്ടിട്ട് ഒരു ആചാനഭാവം രണ്ട് കൈയും കൈനോ ചങ്ങലിട്ടിട്ട് കൊണ്ടുവന്നു. കൂടെ കുറേ ആൾക്കാരുണ്ട്. വണ്ടിയിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ട് അവിടെ. പൂക്കോയത്തങ്ങൾ ഇറക്കാൻ പറഞ്ഞു. അവർക്ക് ധൈര്യം ഉണ്ടായില്ല. ഇറക്കിയിട്ട് വന്നപ്പോൾ ചങ്ങല കഴിക്കാൻ പറഞ്ഞു. ആ പഞ്ചമ എത്തിയിട്ട് തങ്ങൾ വെള്ളം കൊടുത്ത് അവൻ ശാന്തമായിട്ട് അവിടെ ഇരുന്നു. അത് PR വാരൻ എഴുതിയിട്ടുണ്ട്. അതിൽ മജീദ് അവിടെ സാക്ഷിയായിട്ട്. അതല്ലേ അന്ന് പൂക്കോയ കുട്ടി എന്നാ പറയാം. പൂക്കോയത്തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമില്ല. പിന്നെ നമ്മൾ മത്സരിക്കുന്ന ഏരിയയിലൊക്കെ കുറേ പിന്നെ ഉൾപ്രദേശങ്ങളാണ്. അവിടെ തങ്ങൾ മഞ്ചലിൽ വരിക. അവിടെ വന്നിട്ട് അവിടെ താമസിക്കും. അന്ന് ആൾക്കാരെ കാണും, പള്ളിയിലൊക്കെ പോകും. അങ്ങനെയൊക്കെ ഒരു കാലമാണ്. അപ്പോൾ പൂക്കോയത്തങ്ങളായിട്ടുള്ള ബന്ധം കുടുംബപരമായിട്ടിങ്ങനെ അന്നേനെ കണ്ട് പരിചയം. പിന്നെ ഈ സ്ഥാനാർത്ഥി കാര്യങ്ങളൊക്കെ വരുമ്പോഴും പൂക്കോയത്തങ്ങളുടെ കാലമാണല്ലോ. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. പിന്നെ ഐതരിശാബ്ദങ്ങൾ പിന്നെ എന്നും ഈ പിന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡൻറ്റ് സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കും. പൂക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങൾ പ്രസിഡൻറ്റ്, ശിഹാബ്ദങ്ങൾ പ്രസിഡൻറ്റ്, ശിഹാബ്ദങ്ങൾ അത് മാറ്റം വന്ന ഐതരിശാബ്ദങ്ങളെ ഏൽപ്പിച്ചപ്പോഴാണ്. അങ്ങനെ ഐതരിശാബ്ദങ്ങൾ ഞാൻ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് പിന്നെ ജില്ലാ സ്റ്റേറ്റ് തുടർന്നു. ശിഹാബ്ദങ്ങളുടെ കൂടെ ഗൾഫ് യാത്ര നടത്തിയിട്ടുണ്ട്. അബുദാബിയിൽ ഒരു പ്രധാന യാത്ര ഉണ്ടായിരുന്നു. ഔദ്യോഗിക യാത്രയായിരുന്നു. തങ്ങൾക്കാണെങ്കിൽ അവിടെ ആൾക്കാർ വന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. അവസാനം അതൊക്കെ ഒഴിവാക്കി. എന്നാലും തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ എല്ലായിടത്തും പച്ച ലൈറ്റ് വരും ട്രാഫിക്കിലൊക്കെ. അപ്പോൾ അവിടെ അന്ന് ഈ അൽ ഹാഷിമുണ്ട്, മതകാര്യ വകുപ്പിൻ്റെ നേതാവാണല്ലോ, മന്ത്രിയാണ് ഔഫ്. അപ്പോൾ അവിടെ എന്നും ഒരു പിന്നെ മുഷാവറ ഒരു സ്ഥലം ഉണ്ടാവും. എല്ലാ വലിയ ഓരോ രാജ്യങ്ങളിലെ ജനപ്രതികൾ മജ്ലിസ് ഒരു പിന്നെ ഈ തപ്പനമറ്റിൽ കെട്ടിയിട്ടുള്ള ഒരിതാണ്. അപ്പോൾ പല പ്രതികളും വരും. അപ്പോൾ അന്ന് ശിഹാബ്ദങ്ങളായിരുന്നു മുഖ്യാതിഥി. നല്ല അറബി ഭാഷയിൽ നല്ല പ്രസംഗം. അന്ന് കാശ്മീരിൻ്റെ ഇഷ്യൂവിനെ പറ്റിയൊക്കെ ചോദിച്ചിരുന്നു. ഓരോ രാജ്യത്തിലെ ആൾക്കാരുണ്ടാവും. അന്നത്തെ മുഖ്യാതിഥി ശിഹാബ്ദങ്ങളാണ്. ശിഹാബ്ദങ്ങളോട് മൂപ്പര പ്രസംഗവും കാര്യമൊക്കെ നല്ല ഭാഷയല്ലേ, നല്ല മതിപ്പുണ്ടാക്കിയിരുന്നു. ശിഹാബ്ദങ്ങളോട് 4-5 തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നിങ്ങനെ ഈ മജിൽസ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അൽ ഹാഷിമിൻ്റെ. അന്ന് പിന്നെ മാലിദ്വീപിലെ പ്രസിഡൻ്റ് അടക്കം അന്നുണ്ടായിരുന്നു. അന്ന് പല ആൾക്കാരും അന്ന് ഇതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഹൈദരലി തങ്ങളുമായിട്ടായിരിക്കും കൂടുതൽ കാലം. ഹൈദരലി തങ്ങൾ കൂടെ പിന്നെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രവർത്തകരല്ലേ. ശിഹാബ്ദങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു 3 പതിറ്റാണ്ട് കാലം ഹൈദരലി തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. ശിഹാബ്ദങ്ങൾ പിന്നെ നമ്മൾ ഈ ഇലക്ഷൻ്റെ കാര്യക്കാരനെ നമ്മളെ ഏൽപ്പിക്കില്ല. അപ്പോൾ ഇലക്ഷൻ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ NB ഇബ്രാഹിം മാഷ അവിടെ ഏൽപ്പിക്കും, ബനാത്തോനെ എന്നെ ഏൽപ്പിക്കും. അങ്ങനെ ഒരു തവണ ഇതിൻ്റെ എല്ലാ കണക്കും കൂട്ടിയിട്ട് കുറേ പൈസ ബാക്കിയിട്ടായിരുന്നു. ഞാനതായിട്ട് പോയി അത് കൊടുത്തു. നിങ്ങൾ നല്ല മനുഷ്യനാണല്ലോ ആൾ ശിഹാബ്ദങ്ങൾ. ഞാൻ തന്നെ അന്തം പോയി. പക്ഷെ അവിടെ ആ പതിവില്ല. ശരി, ഇലക്ഷൻ ഫണ്ട് ബാക്കി വരാറില്ല. അതാണ് അതിൻ്റെ സംഗതി. പിന്നെ ഐതരിശാബ്ദങ്ങൾക്കുള്ള വിശ്വാസിച്ചാൽ സാമ്പത്തിക കാര്യത്തിൽ മജീദ് ഇവിടെ കറക്റ്റാണ്. ആരെന്ത് പറഞ്ഞാലും മൂപ്പര് എടുക്കില്ല. കാരണം വെച്ചാൽ അപ്പോൾ നമ്മൾ മലപ്പുറം ലീഗ് ഓഫീസ് ഉണ്ടാക്കി. എൻ്റെ സ്ഥലം വാങ്ങിയതും മറ്റു കാര്യങ്ങളിലും അത് ഇവിടുത്തെ ലീഗ് ഓഫീസ് അതുപോലെ തന്നെ മറ്റേ ഇടപാടിലൊക്കെ നമ്മളിവിടെ കറക്റ്റായിരിക്കും. ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് പറഞ്ഞാൽ പാണക്കാടിലൊരു അക്കൗണ്ടൻ്റ് അയാളെ തന്നെ ഏൽപ്പിക്കാം. പിന്നെ നമ്മൾ വർക്ക് ആണെങ്കിൽ തങ്ങളുടെ താല്പര്യമുള്ള കരാറിൽ ഏൽപ്പിക്കാം. പിന്നെ എന്തുണ്ടെങ്കിൽ തങ്ങൾക്ക് തന്നെ ചോദിക്കാൻ. അപ്പോൾ ആ കാര്യത്തിൽ മൂപ്പർക്ക് വളരെ വിശ്വാസമാണ് എല്ലാ കാര്യത്തിലും. ആ വിശ്വാസങ്ങൾക്ക് അവസാനം വരെ കോട്ടം തട്ടിട്ടില്ല. മനസ്സിലായില്ലേ. ഞാൻ നേരത്തെ പിന്നെ ചെറുപ്പത്തിലിങ്ങനെ പൂക്കോയത്തങ്ങളുടെ അടുത്ത് വന്ന് മന്ത്രിച്ചൂതിയ കഥ പറഞ്ഞപ്പോഴേ മജീദ് സാഹിബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എപ്പോഴും വരുന്നൊരു കമൻ്റ് ഉണ്ട്. വഹാബിയാണ്, മുജാഹിദാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ബ്രാൻഡ് വന്നതെന്ന് ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ മകള് ഇപ്പോൾ റജീനയാണ് തോന്നുന്നു അല്ലേ, ഒരു എഴുത്തെഴുതിയിരുന്നു കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അതിൽ റജീന പറയുന്നത് ഇങ്ങനെയാണ്: ചെറുപ്പം മുതൽ ഞങ്ങൾ കണ്ടുവരുന്ന ഞങ്ങളുടെ മഹലിലെ സുന്നി പള്ളിയിൽ ദീർഘകാലം പ്രസിഡൻ്റായും നിലവിൽ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചു വരുന്ന ഉപ്പയാണ്. ഇപ്പോഴും വൈസ് പ്രസിഡൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നേരത്തെ പ്രസിഡൻ്റായിരുന്നു. സ്ഥിരം പോകാൻ പറ്റാത്തതുകൊണ്ടേ വൈസ് പ്രസിഡൻ്റേക്ക് വെച്ചേക്കാം. അപ്പോൾ ആ ഉപ്പ എങ്ങനെ മുജാഹിദായി എന്നുള്ളൊരു സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പരിപാടിക്കും പോകും. ഞാൻ ഈ സംഘടനയിൽ ഒന്നും മെമ്പറല്ല, ഒന്നിൽ മെമ്പർഷിപ്പില്ല. ജാമ്യാനൂരിയിൽ എപ്പോഴും പോകുന്നു. ജാമ്യാനൂരി ആദ്യം മുതൽ പോയിട്ടുണ്ട്. പിന്നെ നൂരിഷ വന്ന കാലം മുതൽ നൂരിഷൻ്റെ ഇരുത്തൊക്കെ ഇങ്ങനെ ആലോചിക്കണം. മാസി തിരക്കമാതിരി 2 ഭാഗത്തുനിന്ന് ആളിങ്ങനെ വീശി കൊടുക്കും. വലിയ വിഷറിയിൽ വിഷറിയില്ലേ, അതിങ്ങനെ വീശി കൊടുത്തിട്ട് ആചാരം പോയിട്ട് ഇരിക്കുക.
അങ്ങനെ ഞങ്ങൾ നൂരിഷിൻ്റെ പേര് അന്ന് മുതലേ അന്ന് മുതൽ ഞാനും റഹീമേശ്ശേരിയും സ്ഥിരമാണ്. ഞങ്ങൾ ചിലപ്പോൾ പത്രക്കാരിൽ പോയിരിക്കും, എന്നും സ്ഥിരമാണ് നമ്മളെ പരിപാടിക്ക്. എന്ന് വെച്ചാൽ അന്ന് ജാമ്യനൂരി ഉള്ളൂ. അന്ന് ചെറുപ്പത്തിൽ തന്നെ നമ്മളവിടുന്ന് ബസ് ഇങ്ങനെ പോകുന്നത് ജാമ്യനൂരിയൊക്കെ മാത്രമാണ്. അന്ന് വേറെ സ്ഥാപനത്തേക്ക് പോകല്ല. അപ്പം ഞാൻ എല്ലാ സംഘടനകളിലും പങ്കെടുക്കും. മുസ്ലിം ലീഗുകാരെന്നുള്ള പോകേണ്ടി വരും ചില സ്ഥലത്ത്. എവിടെ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. മഹല്ലിൽ മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളൂ. മഹല്ല് ചെറുപ്പം മുതൽ ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പും പള്ളിക്കലെല്ലാം കണക്കും കാര്യവും ഞാൻ തന്നെ ചെയ്തത്. ശരി, ഇവിടെ വന്നപ്പോൾ അങ്ങനെ തന്നെ. പിന്നെ എല്ലാവരും ആര് പറഞ്ഞാൽ ഞാൻ ആസ്വദിക്കും. പ്രസിഡൻ്റായി എത്ര കാലം ഉണ്ടായിരുന്നു മഹല്ല് പള്ളിയിൽ? അത് കുറേ കാലം 10-15 കൊല്ലമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് സുന്നിപ്പള്ളിയിലെ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ ആളുകൾ മുജാഹിദ് എന്ന് പറയും. ചിലവരിന്ന് ജമാഅത്ത് ഇസ്ലാമി അറിയും, ചിലവർ തബ്ലീഗാരനാണ് അറിയും. തമിഴ് വന്ന് പറഞ്ഞു തബ്ലീഗിൽ ഞാൻ തബ്ലീഗിൽ ഇതിന് പോയിട്ടുണ്ട്, ജമാഅത്തിന് വേണ്ടി. ഇത്തിഖാഫല്ല, ജമാഅത്തിന് അവരെ കൂടെ പോയിട്ടുണ്ട്. ഇത്തിഖാഫിന് ഞാൻ എല്ലാ കൊല്ലം ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഞാൻ മെനി ഊട്ടിലായിരുന്നു. അവിടെ ഫോണൊന്നും ഉണ്ടാവില്ല. അവിടെ വലിയ പള്ളി, വലിയ ആകാശത്തേനോ തോന്നും. അവിടെ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല. പിന്നെ തബ്ലീഗ് പള്ളിയിൽ പോയിരിക്കും. റമദാനിൽ ഞാൻ ഏതെങ്കിലും പള്ളിയിൽ പോയിരിക്കും, ഇത്തിഖാഫ് അടുത്തുള്ള സൗകര്യം അടുത്ത്. അപ്പം ഞാൻ എല്ലാ സംഘടനകളിലും പോകുന്നുണ്ട്. ആ സംഘടനകളുടെ ഗുണദോഷങ്ങളെല്ലാം ഓരോന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. മനസ്സിലായില്ല? ഈ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ, പ്രത്യേകിച്ച് മലപ്പുറത്ത് ഓഫീസിൻ്റെ ഒരു ശിലാസ്ഥാപനം ഒക്കെ പിന്നെ മജീദ് സാഹിബിൻ്റെ ഒരു കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ഓഫീസ്, അതിൻ്റെ പുനർനിർമ്മാണം, മലപ്പുറത്തെ ചന്ദ്രിക ഓഫീസ്, ഇങ്ങനെ മുസ്ലിം ലീഗിൻ്റെ അസറ്റുകളിൽ ഒരു വലിയൊരു പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? അതിപ്പോൾ പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിനായിരുന്നു പാർട്ടി ഓഫീസ്. ആ താലൂക്ക് ഓഫീസാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഞാനും സൂപ്പിയും ഗൾഫിൽ പോയി വന്നിട്ടാണ് ആ താലൂക്ക് ഓഫീസ് ഇപ്പോൾ മണ്ഡല ഓഫീസാക്കിയത്. ഇപ്പോൾ താലൂക്ക് സംവിധാനമില്ല. ആദ്യത്തെ താലൂക്ക് ഓഫീസ് ഉണ്ടാക്കിയത് നമ്മൾ പെരിന്തൽമണ്ണയാണ്. പിന്നെയാണ് മലപ്പുറത്തിൻ്റെ സ്ഥലമെടുപ്പ്. നല്ല ചുരുങ്ങിയ വിലക്ക്, വലിയ ബാർഗയില്ലാതെ നല്ല സ്ഥലം വാങ്ങി നമ്മൾ തറക്കല്ലിട്ട് പിന്നെ തുടങ്ങാൻ വൈകിയാച്ചാൽ ചന്ദ്രികക്ക് പെട്ടെന്ന് നമുക്ക് ആഫീസ് വേണം എന്ന് തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രിക സ്ഥലം വാങ്ങി അവിടെ ബിൽഡിങ് കാര്യങ്ങളുണ്ടാക്കി. പിന്നെയാണ് ലീഗ് ഓഫീസിൻ്റെ പണികൾ പിന്നെ നമ്മൾ എണ്ണാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ കോഴിക്കോട് വളരെ ജീർണാവസ്ഥയിലായിരുന്നു ആഫീസ്. ഇത് നമ്മൾ പുനർനിർമ്മാണം നടത്തി. അത് ആ കോവിഡ് കാലത്തിൻ്റെ ആ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ നമ്മൾ പണി തീർക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളിലൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പങ്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ നേതാക്കന്മാരോട് ഒരു സ്വഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്. ഡ്രൈവർമാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയുന്നു. അപ്പോൾ അധികം ഡ്രൈവർമാരൊന്നും ചില നേതാക്കന്മാരെ കൂടെ ഉണ്ടാവാറില്ല. അതായത് ഈ സ്വഭാവം സഹിക്കാതെ പെട്ടെന്ന് പോലാണ്. പക്ഷേ മജീദ് സാഹിബിൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു 3.5 പതിറ്റാണ്ട് കാലമായിട്ട് ഒരു ഡ്രൈവർ, അഷ്റഫ് എന്നൊരു ഡ്രൈവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ മൂപ്പരോട് ചോദിച്ചിരുന്നു ഒരു ദിവസം, എന്താണ് ഇങ്ങനെ ഇത്രയും കാലം ഒരു നേതാവിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ കാരണം. അപ്പോൾ ഞാൻ ഒരു ഡ്രൈവർ മാത്രമല്ല, ആ വീട്ടിലൊരു കുടുംബാംഗത്തെ പോലെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികളെ ചെറുപ്പത്തിൽ ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ 4 പെൺകുട്ടികളാണ് മജീദ് സാഹിബിനുള്ളത്. അവരെ ചെറുപ്പത്തിൽ ഞാൻ കൊണ്ടുനടന്നിരുന്നു. ഇപ്പോൾ അവരുടെ കുട്ടികളെ കൊണ്ടു നടക്കുന്നു. അപ്പോൾ അത്രത്തോളം കുടുംബവുമായിട്ട് അത്ര ബന്ധമുള്ള ആളാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു അതിപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ മത്സരിക്കുന്ന കാലത്ത് വാഹനങ്ങളില്ല, ജീപ്പുണ്ടാകുക. ഏങ്ങര ഭാഗത്ത് മലപ്പുറത്ത് 1-2 ജീപ്പ്, വേറെ വാഹനങ്ങളൊന്നും കാറുകളൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇവൻ മലപ്പുറത്ത് ഓട്ടോറിക്ഷ ഓടിച്ച് ഒരു ജീപ്പിലൊക്കെ ഉണ്ടായിരുന്നു അഷ്റഫ്. അങ്ങനെ ഓനർത്താണ്. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഞാൻ ആരുടെയും പങ്കെടുത്ത, ഇപ്പോൾ ഡ്രൈവറാണെങ്കിൽ ആരോടെങ്കിലും രാഷ്ട്രീയത്തിൽ എന്നെ ഉപദേശിക്കുകയോ അതിലിടപെടാൻ അനുഭവിക്കില്ല. മറ്റു കാര്യമൊക്കെ അത് നമ്മളെ PM ആണെങ്കിലും ഞാൻ PM അങ്ങനെ കൊണ്ടു നടക്കൂല. അത്യാപൂർവമായിട്ട് വന്നവരൊന്നല്ലാതെ കൊണ്ടു നടക്കൂല. ഞാൻ തനിച്ച് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള സേവകനായിട്ട് ആരും വേണ്ട. ഇല്ല. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നടക്കൂല. നമ്മളിപ്പോൾ ഒരാളെ ആശ്രയിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യണമെങ്കിലും അവർ വേണം. ഞാൻ MLA കാലത്ത് ഈ PA കുന്തം ഒന്നുമില്ലല്ലോ. നമ്മൾ സ്വന്തം ചെയ്യാമോ? മനസ്സിലായില്ലേ? അന്ന് ഇതൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഡ്രൈവർമാരാണെങ്കിലും രാഷ്ട്രീയപരമായി സംസാരിക്കില്ല. അവരുടെ ഉപദേശ കാര്യങ്ങൾ ചോദിക്കുകയോ ഞാൻ വാങ്ങുകയോ ചെയ്യില്ല. സ്വതന്ത്രമായി. മനസ്സിലായില്ലേ?
അതാണ് ഇത്രയും കാലം അതുകൊണ്ടാണ് നിന്ന് പോണത്. അത് അവരിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല. അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യും കാര്യം പോകുന്നല്ലാതെ നമ്മളായിട്ട് അങ്ങനെ ഒരു ബന്ധപ്പെടലുണ്ടാവില്ല. ഈ മജീദ് സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട്. അതായത് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഈ തലയിൽ പിന്നെ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങളായിട്ട് പോകുന്നൊരു ചിത്രം എപ്പോഴും ആളുകൾ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അതായത് അത്രയും സാധാരണക്കാരനായിരുന്നു നേതാവ് എന്നുള്ളതൊക്കെ. അതായത് ഇപ്പോൾ ഞാൻ അന്ന് വായിച്ചൊരു പോസ്റ്റ്, ഇപ്പോൾ ഡോക്ടർ ആസാദ് എഴുതിയൊരു പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് ആ പോസ്റ്റിൽ പറയുന്നത്: ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോ ഏരിയ ബ്ലോക്ക് നേതാവോ പോലും ഇത്ര ലളിതമായി നമ്മുടെ മുന്നിൽ കാണാനിട വന്നിട്ടില്ല. പ്രാദേശിക നേതാവാണോ പരിശുദ്ധ വെള്ളയിലേക്ക് വേഷം പകരും. നാട്ടിൻപുറ ജീവിതത്തെയും ഔപചാരിക അധികാര ബന്ധങ്ങളിലേക്ക് പെട്ടെന്ന് മാറ്റുന്ന മിടുക്കാണ് അവരിൽ പ്രകടമാവുക. അങ്ങനെയൊന്നുമില്ലാതെ ഒരു സംസ്ഥാന നേതാവിനെ ഇന്ന് കാണാൻ കഴിഞ്ഞത് ഭാഗ്യം. എല്ലാ വിയോജിപ്പുകൾക്കും അപ്പുറം ഒരടുപ്പവും സ്നേഹവും തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല അന്ന് ഡോക്ടർ ആസാദ് കോവിഡ് കാലമാണ്, ലോക്ക്ഡൗൺ, വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു മോട്ടോർ വെഹിക്കിൾ എടുത്തായിരിക്കും, വേറൊരു വാഹനയിൽ പോകുന്നില്ല. ഞാൻ സാധാരണ കടയിൽ നിന്ന് സാധനം എടുത്തിങ്ങനെ വരുന്ന ആളാണ്. അതെപ്പോഴും പോകാറുണ്ട്. കണ്ട് ഇത് കുറച്ചധികം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചു, കാരണം ആരും കാണൂലല്ലോ. മാത്രം നിങ്ങളെ വേഷം അങ്ങനെയാണ്, ഒരു സാധാരണ ടീഷർട്ടും കള്ളി തുണിയേറ്റവും കടയിൽ നിന്ന് വരാം, അങ്ങനെ വന്നാണ്, എടുത്താളില്ല. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഈ സംസാരം. അതായത് പിന്നെ ഇപ്പോൾ തിരൂരങ്ങാടിയുടെ MLA എന്നുള്ള നിലക്കാണ് ഏറ്റവും ഒടുവിൽ മജീദ് സാഹിബിൻ്റെ ഒരു പൊസിഷൻ നിൽക്കുന്നത്. ഇപ്പോൾ 655 കോടിയോളം രൂപയുടെ വികസനം ഈ 5 വർഷത്തിനുള്ളിൽ തിരൂരങ്ങാടി നടത്തി കഴിഞ്ഞു. ഇപ്പോൾ MLA ജനപ്രതിനിധിയായിട്ടും അതുപോലെ തന്നെ പാർട്ടിയുടെ പിന്നെ കൈകാര്യകർത്താവായിട്ടും ഒരുപാട് കാലം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആത്മസംതൃപ്തി ഏത് പൊസിഷനാണെന്നുള്ളൊരു ചോദ്യത്തോടു കൂടെ നമുക്ക് അവസാനിപ്പിക്കാന്നുള്ളത്. അല്ല, അതിൽ ആത്മസംതൃപ്തി എപ്പോഴും പാർട്ടി പ്രവർത്തകർക്കാണ്. പാർട്ടി പ്രവർത്തകന്മാരുടെ നമ്മൾ കാണിക്കുന്ന ആ സ്നേഹം, ബഹുമാനം, ആ അറ്റാച്ച്മെൻറ്റ് അതൊരു MLA കിട്ടൂല. അതുമല്ല, എന്നെപ്പോലെ ഉള്ള ഒരു പ്രകൃതി അനുസരിച്ചുള്ള ഒരു ശീലമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പാർട്ടി പ്രവർത്തകരും സിന്താബം വിളിച്ചും മറ്റും നടക്കുന്നതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ എന്നോട് ഏതെങ്കിലും സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പാർട്ടി എന്നാണ് എപ്പോഴും പറയാം. മറ്റത് സെക്കൻഡ് ഓപ്ഷനാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്വത്തോടാണ് കൂടുതൽ താല്പര്യം. എന്തായാലും ഇത്രയും നേരം സാഗർ ടോക്സുമായി സംവദിച്ചതിന് നന്ദി. താങ്ക് യു.